ഇപ്പോൾ ബനാറസ് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങിയിരിക്കുകയാണ്. ഇനിയിപ്പോൾ കാശിയെല്ലാം പോയി കണ്ടിട്ട് വാരണാസി കാശിയെല്ലാം പോയി കണ്ടിട്ട് ഞാൻ തിരിച്ച് നാട്ടിലേക്ക് പോകും. ഇതാണ് ബനാറസ് റെയിൽവേ സ്റ്റേഷൻ. ഈ സമയത്താണ് ഞാൻ ഇപ്പോൾ ഇവിടെ എത്തിയിട്ടുള്ളത്. ഇന്ന് രാത്രി ഇപ്പോൾ എവിടെ കിടക്കുന്നുള്ളത് നോക്കുകയാണ്. കിടക്കാൻ എവിടെയെങ്കിലും സ്ഥലമുണ്ടോ എന്നുള്ളതാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. നമുക്കിവിടെ മുഴുവൻ ആളുകളും ഭയങ്കര തിരക്കും തിരക്കുമായിട്ട് നടക്കുന്ന വഴിയാണ്. ഇവിടെ കിടക്കാൻ പറ്റില്ല. ഇങ്ങനെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അവിടുത്തെ തിരക്കെന്താണെന്നുള്ളത്. പിന്നെ അകത്തോട്ട് കയറാൻ പറ്റില്ല. ഇപ്പോൾ ഞാൻ പുറത്തോട്ട് ഇറങ്ങിയതേ ഉള്ളൂ. അവിടെ നല്ല തിരക്കാണ്. കണ്ടില്ലേ, ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ. എവിടെയെങ്കിലും ഒന്ന് കിടക്കണമെന്നുണ്ട്. ഇനി കുറച്ചും കൂടെ അങ്ങനെ നടന്നാൽ എവിടെയെങ്കിലും കിടക്കാൻ സ്ഥലം കിട്ടുമെന്ന് തോന്നുന്നു. ഞാനിപ്പോൾ ഉള്ളത് ബനാറസിലാണ്. ഇപ്പോൾ ഉറങ്ങാനുള്ള സ്ഥലങ്ങൾ നോക്കി. അപ്പോൾ ഒരു സ്ഥലം കിട്ടി. ഇത് സ്ഥലം കുഴപ്പമില്ല, നല്ല സ്ഥലമാണ്. നോക്കി അത്യാവശ്യം സേഫ്റ്റിയുള്ള സ്ഥലം തന്നെയാണ് ഞാൻ തിരഞ്ഞെടുത്തിട്ടുള്ളത്. ചുറ്റും ആളുകളൊക്കെ കിടക്കുന്നുണ്ട്. പിന്നെ ഒരു ചെറിയൊരു മുകളിലൊരു ഷീറ്റൊക്കെ ഉണ്ട്. അതുകൊണ്ട് അതിൻ്റെ ചുവട്ടിലാണ് ഞാൻ കിടക്കുന്നത്. പിന്നെ കിടക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ സ്ലീപ്പിംഗ് ബാഗാണ് ഉപയോഗിക്കുന്നത് കിടക്കാനായിട്ട്. അതാകുമ്പോൾ കുഴപ്പമില്ല. ഇവിടെ നല്ല തണുപ്പുള്ള സ്ഥലമല്ലേ. അപ്പോൾ ഈ കാശിയുടെ ഭാഗം ഇവിടെയൊക്കെ ഭയങ്കര തണുപ്പുള്ള സ്ഥലമാണ് ഇപ്പോൾ. അപ്പോൾ ഇതാണ് സ്ലീപ്പിംഗ് ബാഗ്. ഇത് ഉപയോഗിച്ചിട്ട് ഇതിലാണ് കിടക്കുന്നത്. നമുക്കിത് ഇങ്ങനെയാണ് വരുന്നത്. ഇതിൻ്റെ ഈ സിബ് അങ്ങോട്ട് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് സുഖമായിട്ട് കിടക്കാം. ഇത് ഫുള്ളായിട്ട് ഇങ്ങനെ ബാഗായിട്ട് മാറും. കണ്ടോ, ഇങ്ങനെ ഫുള്ളായിട്ട് നമുക്കാകാം. ഇത് പിന്നെ തല വരുന്ന ഭാഗമാണ് നമുക്ക് കിടക്കുമ്പോൾ. അത് നമുക്കൊരു തൊപ്പി പോലെ തന്നെ തലയെ നമുക്ക് കവർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയാണ് കിടക്കുന്നത്. പിന്നെ ഇത് 5 ഡിഗ്രി സെൽഷ്യസ് ഉള്ള സ്ഥലം വരയ്ക്ക് നമുക്കിത് ഉപയോഗിക്കാം. അതിൽ കുറവാണെങ്കിൽ നമ്മൾ ഇതിനെക്കാട്ടിലും കുറച്ചുകൂടി ക്വാളിറ്റിയുള്ള നല്ല സാധനം മേടിക്കേണ്ടി വരും. ഇത് 5 ഡിഗ്രി വരെയുള്ള സ്ഥലത്ത് ഉപയോഗിക്കാനുള്ളതാണ് ഈ സ്ലീപ്പിംഗ് ബാഗ്. എന്നാൽ ശരി.